Hi everyone, welcome back to my classroom. Today we are going to discuss theory part from the chapter Material. First of all, what is material? The substance or substances out of which a thing or can be made. Something such as an idea or information that is to be refined and made or incorporated into a finished effort. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനിഷ്ഡ് ഗൂഡ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫിനിഷ്ഡ് എഫേർട്ടിൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ആ ഇൻഫർമേഷൻ ഒരു ഐഡിയ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് വരുന്നത് ഒരു ഫിനിഷ്ഡ് എഫേർട്ട്, അതാണ് പ്രോഡക്റ്റായിട്ട് അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഐഡിയ ആണ്. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആണെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് മെറ്റീരിയൽ എന്ന് പറയുക. Material cost, the cost of a raw material that go into a product. Material cost of a product excludes any indirect cost, for example overhead or wages associated with the producing item. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയലിനെയാണ് അതിൽ ചിലവാകുന്ന മെറ്റീരിയലിന് വേണ്ടി ചിലവാകുന്ന ആ ഒരു എക്സ്പെൻസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യും, അപ്പോൾ അത് അക്വയർ ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്ന കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ലേബർ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല, ഓവർഹെഡ് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓവർഹെഡും ലേബറൊന്നും അല്ലാത്ത മെറ്റീരിയലിന് വരുന്ന എക്സ്പെൻസിനെയാണ്, അല്ലെങ്കിൽ മെറ്റീരിയലിന് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് അക്വയർ ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Material control is a systematic control over the purchasing, storing and using of material to minimizing the possible cost. Material control may be defined as a level of material maintenance so as to ensure uninterrupted production and minimizing the investment of fund. മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് കൺട്രോളിങ് പ്രോസസ്സാണ്. അത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ, മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുമ്പോൾ, മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ അപ്ലൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ ഒരു ടൈമിലെല്ലാം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത്, അതുപോലെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം എത്രത്തോളം കോസ്റ്റിനെ മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ മിനിമൈസ് ചെയ്ത് ആ മെറ്റീരിയൽ സിസ്റ്റമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെറ്റീരിയൽ ഒരു മിനിമം ലെവലിൽ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പ്രൊഡക്ഷൻ ഇൻട്രപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തടസ്സപ്പെടുത്താത്ത രീതിയിൽ, പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന രീതിയിൽ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അവിടെ എൻഷുർ ചെയ്യുക. അതുപോലെ ഓവറായിട്ട് മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാതെ, അതായത് ഓവറായിട്ട് മെറ്റീരിയലിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ മെറ്റീരിയൽ മിനിമം ലെവലിൽ എപ്പോഴും മെറ്റീരിയൽ കീപ്പ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ തടസ്സപ്പെടുത്താത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ മെറ്റീരിയലിന് എന്ത് ചെയ്യണം, ഒരു മിനിമം പോസിബിൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ രണ്ട് ടൈപ്പ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും പറയാം. The material whose cost can easily be identified to a particular unit of product is called direct material, such as all the raw material and all purchased part of that product. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കോസ്റ്റിനെ, ഒരു പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓഫ് മെറ്റീരിയലിനെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റായിട്ട് പറയാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ മെറ്റീരിയൽ ഹൂസ് കോസ്റ്റ് കനോട്ട് ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ടു എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് എത്രത്തോളം മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാം.
ദിസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ബട്ട് ഈസ് നെസസറി ടു മാനുഫാക്ചർ ഇറ്റ്. അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ മെയിൻ പാർട്ട് ആവണമെന്നില്ല, പക്ഷേ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഫോമിലേക്ക് എത്തണമെങ്കിൽ അത് നെസസറിയാണ്. ഒരു ഫർണിച്ചർ മേക്കിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ ടിമ്പർ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് വരുന്ന മെറ്റീരിയലാണ്. അവിടെ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫർണിച്ചർ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, ഫിനിഷ്ഡ് ഫോമിലേക്കായി. അത് സെയിൽ ചെയ്യുന്നതിന് മുന്നേ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അത് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്യുകയാണെങ്കിൽ ആ പോളിഷ് എന്ന് പറയുന്നത് അവിടെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. അതില്ലെങ്കിൽ പോലും അത് ഫിനിഷ്ഡ് ഫോമിലേക്ക് ആയിട്ടുണ്ട്, പക്ഷെ അത് സെയിൽ ചെയ്യാൻ നെസസറിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എബൌട്ട് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മെറ്റീരിയലും പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് എൻഗേജ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ഓഫ് ഓൾ ദ മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ജനറൽ പർച്ചേസിങ് ഏജൻറ്റ്. ജനറൽ പർച്ചേസിങ് ഏജൻറ്റ് ഹെഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അവിടെ അവർ ചെയ്യുന്നത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ്? ദി ഫങ്ഷൻസ് ഇൻക്ലൂഡ് first one, receive purchase requisition for material supplies and equipments. Materials, supplies, equipments ഇതൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുള്ള റിക്വസിഷൻ വരുമ്പോൾ അത് റിസീവ് ചെയ്യുക എന്നുള്ളത് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, കീപ്പ് ഇൻഫോംഡ് കൺസേണിങ് സോഴ്സസ് ഓഫ് സപ്ലൈ, പ്രൈസസ്, ഷിപ്പിംഗ്, ഡെലിവറി ഷെഡ്യൂൾസ്. കീപ്പിംഗ് ഇൻഫോംഡ് കൺസേണിങ് സോഴ്സ് ഓഫ് സപ്ലൈ, പ്രൈസസ്, അതായത് ഈ മെറ്റീരിയൽ ആവശ്യമാണെന്ന് പറയുന്നു, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമാണെന്ന് പറയുന്നു. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഏതൊക്കെ സോഴ്സിൽ നിന്ന് ആ മെറ്റീരിയൽ അവൈലബിൾ ആണ്, അതിൻ്റെയൊക്കെ പ്രൈസ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഷിപ്പിംഗ്, ഡെലിവറി ഷെഡ്യൂളൊക്കെ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഇൻഫോം ചെയ്യും. പ്രിപ്പയർ ആൻഡ് പ്ലേസ് പർച്ചേസ് ഓർഡേഴ്സ്. അതിനൊക്കെ ശേഷം ഒരുപാട് പ്രൊസീജിയേഴ്സിന് ശേഷം പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. അറേഞ്ച് സിസ്റ്റമാറ്റിക് റിപ്പോർട്ട് ബിറ്റ്വീൻ പർച്ചേസിങ്, റിസീവിങ് ആൻഡ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിപ്പോർട്ട് അറേഞ്ച് ചെയ്യും. പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റും റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റും അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഫംഗ്ഷനാണ് പർച്ചേസിങ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അതിനകത്ത് ഹോൾഡ് ഉണ്ടായിരിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്, അറേഞ്ച് ചെയ്യാന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. വെരിഫൈ ആൻഡ് അപ്രൂവ് ഫോർ ദ പേയ്മെൻറ്റ് ഓർ ഇൻവോയ്സ് റിസീവ്ഡ്. അപ്പോൾ എത്ര രൂപയുടെ മെറ്റീരിയലാണോ വന്ന് അത് ആ മെറ്റീരിയൽ വെരിഫൈ ചെയ്യുക, പേയ്മെൻറ്റിന് വേണ്ട അപ്രൂവൽ കൊടുക്കുക, ഇതൊക്കെ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുക. വാട്ട് ഈസ് എ പർച്ചേസ് റിക്വസിഷൻ? ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ജനറേറ്റഡ് ബൈ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ or by store to notify purchasing department of items required, their quantity and item frame, and it is also called purchase request or requisition. It is an internal document and it is not used outside enterprises. ഇത് ഇൻറ്റേർണലി യൂസ് ചെയ്യുന്ന റിക്വസിഷനാണ്. ഇത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് എഴുതി തയ്യാറാക്കുക. ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സൈൻഡ് ബൈ പർച്ചേസിങ് ഏജൻറ്റ്. ഇറ്റ് ഈസ് എ റിട്ടൺ ഓതറൈസേഷൻ ടു വെൻഡർ ടു സപ്ലൈ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിസ്ക്രൈബ്ഡ് ഗുഡ്സ്. പർച്ചേസ് റിക്വസിഷൻ്റെ ഭാഗമായിട്ട് ഇത്ര മെറ്റീരിയൽ ആവശ്യമാണെന്നുള്ളത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുമ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യും. ഇത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന്, ഇന്ന വെൻഡറുടെ കയ്യിൽ നിന്ന് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യും. പർച്ചേസ് ചെയ്യാനായിട്ട് മെറ്റീരിയലിന് ഓർഡർ ചെയ്യും. പർച്ചേസിങ് ഏജൻ്റ് ആണത് സൈൻ ചെയ്യുന്നത്. ഇറ്റ് ക്യാരീസ് ഓൾ ദ നെസസറി ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രൈസിനെ കുറിച്ചിട്ടോ, ഡിസ്കൗണ്ട് അഗ്രിമെൻറ്റിനെ കുറിച്ച്, ഡെലിവറി സ്റ്റിപ്പുലേഷൻസ്, നമ്പർ ഓഫ് അക്കൗണ്ട് ടു വിച്ച് ഓർഡർ ഈസ് ടു ബി ചാർജ്ഡ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ കമ്പനി വിച്ച് ഡീൽസ് വിത്ത് ഇൻകമിംഗ് ഗൂഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഈസ് കോൾഡ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുന്ന മെറ്റീരിയൽ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ് വരിക. അതായത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻകമിംഗ് ഗൂഡ്സ് വെരിഫൈ ചെയ്ത് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നത്.
ദേ അൺലോഡ് ആൻഡ് അൺപാക്ക് ഇൻകമ്മിങ് മെറ്റീരിയൽ. വന്നിട്ടുള്ള മെറ്റീരിയൽ അൺലോഡ് ചെയ്യുക, അൺപാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അവരുടെ ഫംഗ്ഷനാണ്. എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്, ചെക്ക് ദ ക്വാണ്ടിറ്റി റിസീവ്ഡ് എഗെയിൻസ്റ്റ് ഷിപ്പേഴ്സ് പാക്കിംഗ് ലിസ്റ്റ് പ്രകാരം ഷിപ്പേഴ്സിൻ്റെ പാക്കിംഗ് ലിസ്റ്റും എത്ര ക്വാണ്ടിറ്റിയാണ് വന്നിട്ടുള്ള രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ലിസ്റ്റ് പ്രകാരമുള്ള ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഐഡൻറ്റിഫൈ ഗൂഡ്സ് റിസീവ്ഡ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ പർച്ചേസ് ഓർഡർ പ്രകാരം ഓർഡർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ അതേ ഗൂഡ്സ് തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് റിസീവിങ് റിപ്പോർട്ട്, ഇത്ര മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി ഇത്ര പ്രൈസിന് മെറ്റീരിയൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെയാണ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. റിസീവിങ് റിപ്പോർട്ട് ഇറ്റ് ഷോസ് എ പർച്ചേസ് ഓർഡർ നമ്പർ. പർച്ചേസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിനൊരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ അതിനകത്ത് കാണിക്കും. ഷോസ് അക്കൗണ്ട് നമ്പർ ടു ബി ചാർജഡ്, ഏത് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ അക്കൗണ്ട് നമ്പർ അതിനകത്ത് ഉണ്ടായിരിക്കും. ഏത് വെൻഡറിൽ നിന്നാണോ റിസീവ് ചെയ്തത് ആ ഡീറ്റെയിൽ അതിനകത്ത് ഉണ്ടായിരിക്കും. ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ഗൂഡ്സ് റിസീവ്ഡ്, ക്വാണ്ടിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ഗൂഡ്സ് റിസീവ്ഡ്, എത്ര ക്വാണ്ടിറ്റി ഏത് തരം ഗൂഡ്സാണ് റിസീവ് ചെയ്ത്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും റിസീവിങ് റിപ്പോർട്ട്. Then what is the meaning of material requisition? It is a written order to storekeeper to deliver material or supplies to the manufacturing department or where it is needed. റിട്ടേൺ ആയിട്ടുള്ള ഒരു ഓർഡറാണ് മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുന്നത്. സ്റ്റോർ കീപ്പർക്കാണ് മെറ്റീരിയൽ റിക്വസിഷൻ പോകുന്നത്. ഇത്ര മെറ്റീരിയൽ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് മെറ്റീരിയൽ റിക്വസിഷൻ പോകുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്ര മെറ്റീരിയൽ സപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റാണ് മെറ്റീരിയൽ റിക്വസിഷൻ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ടു സ്റ്റോർ. അതായത് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. സ്റ്റോഴ്സിലാണ് മെറ്റീരിയലൊക്കെ കീപ്പ് ചെയ്യണ പ്ലേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ വേണം എന്ന് ആരെടുത്ത് ആവശ്യപ്പെടുക? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ ആവശ്യപ്പെടുക. അപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ ഒരു റിക്വസിഷനായിട്ട് സെൻഡ് ചെയ്യും. അതാണ് മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?